ഹരിയോം. ഈ ഉദ്ധവരെന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഈ ഭഗവാൻ അഴിച്ചിട്ട വസ്ത്രങ്ങളാണ് എപ്പോഴും ഉദ്ധവർ ഇടുക. അപ്പോൾ പെട്ടെന്ന് കണ്ടാൽ കൃഷ്ണനാണെന്നേ തോന്നുള്ളൂ. അപ്പോൾ ഈ കൃഷ്ണന് അറിയാം ഗോപസ്ത്രീകളും ഗോകുലത്തിലെ യശോദാമ്മയും ഒക്കെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. പിന്നെ കംസനെ കൊന്ന് ഗോപന്മാരൊക്കെ തിരിച്ചു പോയതിന് ശേഷമാണ് ഉദ്ധവരെ അയക്കണത് ദൂതിന്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും. അപ്പോൾ അവരെ കൊണ്ടുപോയി സമാധാനിപ്പിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഉദ്ധവരെ അയക്കുകയാണ്. അപ്പോൾ പിന്നെ ഭഗവാൻ ഒരു കത്ത് എഴുതി കൊടുത്തേച്ചിട്ടുണ്ട്, നിങ്ങളാരും സങ്കടപ്പെടണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്, എൻ്റെ ശരീരം ഇല്ലാതെയുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് കത്ത് എഴുതി കൊടുത്തേച്ചിട്ടുണ്ട്. ഇവർക്ക് വായിക്കാനോ വല്ലതും അറിയോ? ഞാനാ വായിക്കണം പറഞ്ഞ കത്തൊക്കെ കയറിപ്പോയി. ആദ്യം വിചാരിച്ചു ഇത് കൃഷ്ണനാ പറഞ്ഞാണ്. അയ്യേ ഇത് കൃഷ്ണനല്ല. ഞാൻ കൃഷ്ണനല്ല, ഞാൻ കൃഷ്ണൻ്റെ കൂട്ടുകാരനാണ്. കൃഷ്ണനൊരു സന്ദേശം തന്നിട്ടുണ്ട്, നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ട് ദൂതനായിട്ടാണ് ഞാൻ വന്നിരിക്കണേ പറയും. എന്താ പറഞ്ഞ കണ്ണൻ ചോദിച്ചു. നിങ്ങളാരും സങ്കടപ്പെടരുത്, കണ്ണൻ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇവിടെ മാടുമേച്ച് നടക്കലല്ലേ ആയിരുന്നു. അപ്പോൾ അവിടെ അച്ഛനും അമ്മയും അവരെ രാമനെയും കൃഷ്ണനെയും സാന്ദീപനെയും മഹർഷിയുടെ അടുത്ത് കൊണ്ട് പഠിക്കാനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കിപ്പോൾ വരാൻ പറ്റില്ല, അതിന് പകരം എന്നെ അയച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായി ഇരിക്കണം പറയും. ഞങ്ങൾ എന്ത് സമാധാനത്തിലായിരിക്കുക, ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് കണ്ണനെ കാണാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെടും. വേണ്ട, കൃഷ്ണ എന്ന് ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ സങ്കടവും മാറും, നിങ്ങൾക്ക് കൃഷ്ണൻ അടുത്തുള്ള മാതിരി തോന്നും. അതുകൊണ്ട് കൃഷ്ണന് വരാൻ പറ്റാത്തതുകൊണ്ട് എന്നെ പറഞ്ഞാണ്. കൃഷ്ണന് നിങ്ങളോടുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതെനിക്ക് മാത്രമേ അറിയുള്ളൂ. എപ്പോഴും ഗോകുലവും യശോദാമ്മയും അച്ഛനും ഗോപസ്ത്രീകളും രാധയൊക്കെയാണ് എപ്പോഴും കൃഷ്ണൻ്റെ മനസ്സിൽ. പക്ഷേ എന്താ ചെയ്യുക, അവിടുന്ന് വരാൻ പറ്റില്ല. എത്രയോ കാലങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മയും കിട്ടിയിരിക്കുകയാണ്. മുത്തച്ഛനെ ജയിലിൽ നിന്ന് മാറ്റിയിട്ട് രാജാവാക്കിയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും കൃഷ്ണനോട് ദേഷ്യപ്പെടരുത് എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഉദ്ധവർ പോവും. ഇവർക്ക് എവിടെ സമാധാനം? പിന്നെ അവസാനം ഇയാൾ പറഞ്ഞത് ആലോചിക്കും, എന്താ ചെയ്യുക, നമുക്ക് ഇത്രേ യോഗമുള്ളൂ. ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ നമ്മുടെ കൂടെ വരും, സ്വപ്നത്തിലെങ്കിൽ നമ്മുടെ അടുത്ത് വരും, വരാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഗോപസ്ത്രീകളൊക്കെ സമാധാനമായിട്ടിരിക്കും. യശോദയ്ക്ക് എന്നും കണ്ണീരെന്നെ പാവം. യശോദ പ്രസവിച്ചതല്ലെങ്കിലും യശോദയുടെ വിചാരം ഞാൻ പ്രസവിച്ചതാണെന്നാണല്ലോ. പിന്നെ അവസാനമാണ് അറിയുന്നത് ദേവകിയുടെ കുട്ടിയാണ്, ഞാൻ പ്രസവിച്ചത് പരാശക്തിയാണെന്നൊക്കെ പിന്നെയാണ് അറിയണത്. പിന്നെ എനിക്കിത്ര കാലം വളർത്താൻ കിട്ടിയില്ലേ, 12 വയസ്സ് വരെ. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ സമാധാനമായിട്ടിരിക്കാമെന്ന് പറഞ്ഞ് യശോദയും സമാധാനിക്കും. അങ്ങനെ പിന്നെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്ക് രാജ്യകാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാൻ മധുരാധിപതിയായിട്ടിരിക്കും. ഇതുവരെ ഗോകുലവാസനായിരുന്നു, പിന്നെ മധുരാധിപനായിട്ട് കൃഷ്ണനിരിക്കും. അങ്ങനെ അതാണ് ഉദ്ധവരെ ദൂതിനെ അയക്കുകയാണ്. ഉദ്ധവർക്കാണെങ്കിലോ ഭഗവാന്റെ ഉച്ഛിഷ്ടം, ഭഗവാന്റെ അഴിച്ചിട്ട വസ്ത്രം ഇതൊക്കെയാണ് മൂപ്പർക്ക്. എല്ലാം കൃഷ്ണനാണ്, കൃഷ്ണമയം എന്ന് പറഞ്ഞ പോലെ ഉദ്ധവർക്ക് അത്രയും ഇതാണ്. പിന്നെ ഇനി അവസാന കാലത്ത് ഉദ്ധവർക്ക് കുറേ 24 ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. ഹരിയോം.